യങ് മേക്കർ റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. മഹ്റൂഫ് സിഎമ്മിന്റെ ഹാക്ക് യുവർ മൈൻഡ് എന്ന സെഷൻ സീരീസിലെ ചില കാര്യങ്ങൾ. മഹ്റൂഫ് ഒരു ബയോ ഹാക്കറാണ്, പിന്നെ വെൽനസ് എന്റർപ്രണർ കൂടിയാണ്. അതെ, മനുഷ്യന്റെ ആരോഗ്യം, യൗവനം ഒക്കെ നിലനിർത്താൻ നിലവിലെ രീതികളെ ചോദ്യം ചെയ്യുന്ന ഒരാള്. ശരിയാണ്. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബയോ ഹാക്കിംഗ്, മടിയൻ ശരീരത്തെ മെരുക്കാം എന്ന ഒരു ഭാഗത്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നിങ്ങളൊരു മടിയനാണ് അല്ലെങ്കിൽ മടിച്ചിയാണ് എന്നൊക്കെ. എന്നാൽ നമ്മുടെ ശരീരം അത് ശരിക്കും ഊർജം ലാഭിക്കാൻ വേണ്ടി ഒരു മടിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാലോ? അതെ അതെ, അതിനെ മീറ്റ് OS എന്ന് വിളിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മീറ്റ് OS കൊള്ളാം. അതിൽ ഈ മടിയെന്ന് നമ്മൾ പറയുന്നത് അത് ശരിക്കും ശരീരത്തിന്റെ ഒരു സൂത്രപ്പണിയാണ്, ഊർജം വെറുതെ കളയാതിരിക്കാൻ. ഒരു അതിജീവന തന്ത്രം പോലെ. അതെ. പക്ഷെ നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി കഠിനമായ ഡയറ്റ് എടുക്കും, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ജിമ്മിൽ പോയി കഷ്ടപ്പെടും. ശരിയാണ്. അത് ഈ മീറ്റ് OSനോട് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെയല്ലേ? കാരണം അതെപ്പോഴും എളുപ്പവഴി നോക്കുവാണല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണ് ഈ 30 ദിവസം കൊണ്ടുള്ള അത്ഭുത ഡയറ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കൗട്ടുകളോ ഒന്നും അധികം നിലനിൽക്കാത്തത്. ശരീരം അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ബയോ ഹാക്കിംഗ് ഇവിടെ എങ്ങനെയാ വ്യത്യാസപ്പെടുന്നത്? ബയോ ഹാക്കിംഗ് ഈ ശരീരത്തിന്റെ അടിസ്ഥാന തത്വത്തെ, ഈ മീറ്റ് OSനെ അംഗീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ശത്രുവായി കാണുന്നില്ല. ഇല്ല, അതിനെ മനസ്സിലാക്കി പിന്നെ വളരെ ചെറിയ ക്ഷമയോടെയുള്ള പരീക്ഷണങ്ങളിലൂടെ എന്താണ് നമ്മുടെ ശരീരത്തിന് ശരിക്കും വേണ്ടതെന്ന് കണ്ടെത്തുന്നു. ചെറിയ പരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോ അത് നമ്മുടെ ഭക്ഷണത്തിലെ ഒരു ചെറിയ മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തിലോ രീതിയിലോ ഉള്ള ക്രമീകരണം. അതുമല്ലെങ്കിൽ വളരെ കുറച്ച് സമയം ചെയ്യുന്ന പ്രത്യേകതരം വ്യായാമം. ഇത് കേൾക്കുമ്പോൾ ഒരുതരം ഹാക്കിംഗ് ആണെങ്കിലും ശരീരത്തെ എതിർത്ത് തോൽപ്പിക്കലല്ല, മറിച്ച് അതിനെ കൂട്ടുപിടിക്കലാണ്. അതെ, ശരീരത്തിന്റെ ആ മടിതത്വത്തെ, ലേസിനെസ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി അതിനെ നമുക്ക് വേണ്ട കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്. പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, പക്ഷേ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഉദാഹരണത്തിന് ഉറക്കം ട്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പകൽ സമയത്ത് പ്രത്യേക ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ മീറ്റ് OSനോട് സംസാരിക്കുന്ന പുതിയ ഭാഷകളാണ്. അപ്പോ ഈ മണിക്കൂറുകളോളം ജിമ്മിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന് പകരം ഈ മീറ്റ് OSന്റെ ഭാഷ മനസ്സിലാക്കിയാൽ കുറഞ്ഞ സമയം കൊണ്ട് അതേ ഫലം കിട്ടുമോ? കിട്ടാം. ചിലപ്പോൾ അതിലും നല്ല ഫലം കിട്ടാം. 90% സമയം ലാഭിക്കാമെന്നൊക്കെ പറയുന്നത് അതൊരു വലിയ ക്ലെയിമാണല്ലോ. അതൊരു ആശയമാണ്. എന്നുവെച്ചാല് ശരീരത്തിന് ശരിയായ ഇൻപുട്ട്, ശരിയായ സിഗ്നലുകൾ കൊടുത്താൽ മതി. നീണ്ട വ്യായാമം ഒരു സിഗ്നലാണ്, പക്ഷെ ഒരുപാട് എനർജി വേണം. ബയോ ഹാക്കിംഗ് നോക്കുന്നത് അതിലും എഫിഷ്യന്റായ സിഗ്നലുകൾ ഉണ്ടോ എന്നാണ്. ചിലപ്പോൾ 5-10 മിനിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക വ്യായാമം മതിയാകും, അല്ലെങ്കിൽ ഭക്ഷണത്തിലൊരു മാറ്റം മതിയാകും അതേ ഹോർമോൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ. അപ്പോ ആ ലാഭിക്കുന്ന സമയം, ആ സമയം നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് പോയിന്റ്. ധ്യാനിക്കാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, വീട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കാൻ. ശരിയാണ്. ദിവസവും ഒരു 45 മിനിറ്റ് വ്യായാമം ചെയ്താൽ പോലും ജീവിതകാലം കൊണ്ട് ഒരുപാട് സമയമാകും. ഏതാണ്ട് 10 വർഷത്തെ ഫുൾ ടൈം ജോലിക്ക് തുല്യമെന്നൊക്കെ കണക്കുണ്ട്. അതെ അതെ, അത്രയും സമയം തിരിച്ചു കിട്ടിയ എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? തീർച്ചയായും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ ഊർജം ലാഭിക്കാനുള്ള തന്ത്രം, ആ മീറ്റ് OS അതിനെ ഒരു ശത്രുവായി കാണണ്ട. അതിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനോട് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നോക്കുക. കുറഞ്ഞ പ്രയത്നം, കൂടുതൽ ഫലം. അതാണ് ബയോ ഹാക്കിംഗ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വഴി. മഹ്റൂഫിന്റെ ലക്ഷ്യവും അതുതന്നെ, ആത്യന്തിക ആരോഗ്യം, യൗവനം നീട്ടിക്കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം കേട്ട സ്ഥിതിക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഈ മടിത്തത്വം അഥവാ മീറ്റ് OS ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്ന, എന്നാൽ ഈ മീറ്റ് OSനെ ബഹുമാനിക്കുന്ന വളരെ ചെറിയൊരു മാറ്റം ഈ ആഴ്ച നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പറ്റും? നല്ല ചോദ്യമാണ്. അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയ സ്റ്റെപ്പ് മതിയാകും.